ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകവും ആശങ്കാജനകവുമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നുപോകുന്നത്. 2026 ഫെബ്രുവരി 28-ന് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സംയുക്ത സൈനിക നീക്കത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതോടെ മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പൂർണ്ണമായും തകിടം മറിഞ്ഞു. സംഘർഷം തുടങ്ങി ഏതാണ്ട് 2 ആഴ്ചയാകുമ്പോൾ വെറുമൊരു സൈനിക നീക്കത്തിനപ്പുറം ആഗോളതലത്തിൽ ഭീതി പടർത്തുന്ന ചില നിഗൂഢമായ നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്ത ഒരു രഹസ്യ സന്ദേശമാണ് ഇപ്പോൾ ലോകശക്തികളെ അതീവ ജാഗ്രതയിലേക്കാക്കിയിരിക്കുന്നത്. ഈ സന്ദേശം വെറുമൊരു ആശയവിനിമയമല്ലെന്നും മറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇറാൻ അനുകൂല സായുധ സംഘങ്ങളെ അല്ലെങ്കിൽ സ്ലീപ്പർ സെല്ലുകളെ ഉണർത്താനുള്ള ആഹ്വാനമാണെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നിലവിലെ സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാണ്. ഇറാനുമേൽ പലവിധത്തിൽ വിജയം നേടിയെങ്കിലും അതൊന്നും പൂർണ്ണമല്ലെന്നും പേർഷ്യൻ ഗൾഫ് രാജ്യത്തിന് മേൽ അന്തിമ വിജയം കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രയേലുമായി ചേർന്ന് ഇറാനെ സാങ്കേതികമായും സൈനികമായും തകർക്കുകയാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നാൽ ഈ ആത്മവിശ്വാസത്തിനിടയിലും അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളെ അസ്വസ്ഥമാക്കുന്നത് ഖമേനിയുടെ മരണത്തിന് തൊട്ടുപിന്നാലെ അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ട നിഗൂഢമായ ആ റേഡിയോ തരംഗങ്ങളാണ്. ഇന്റർനെറ്റിൻ്റെയോ മൊബൈൽ ശൃംഖലകളുടെയോ സഹായമില്ലാതെ എൻക്രിപ്റ്റ് ചെയ്ത രൂപത്തിൽ പ്രചരിച്ച ഈ സന്ദേശം ഇറാനിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് പ്രാഥമിക സിഗ്നൽ അനാലിസിസിലൂടെ വ്യക്തമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു എൻക്രിപ്റ്റഡ് സന്ദേശം ഇത്രയധികം ഭീതിയുണ്ടാക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആധുനിക കാലത്ത് മിക്ക ആശയവിനിമയങ്ങളും ഇന്റർനെറ്റ് അധിഷ്ഠിതമാണ്. എന്നാൽ ഇത്തരം ഡിജിറ്റൽ പാതകൾ എളുപ്പത്തിൽ നിരീക്ഷിക്കപ്പെടാം. ഇതിന് പകരമായി സൈനിക ഏജൻസികളും തീവ്രവാദ സംഘടനകളും പണ്ടുമുതലേ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് റേഡിയോ ഫ്രീക്വൻസി വഴിയുള്ള സന്ദേശങ്ങൾ. ഡിജിറ്റൽ അടയാളങ്ങൾ അവശേഷിപ്പിക്കാതെ നിശ്ചിത കീ കൈവശമുള്ളവർക്ക് മാത്രം വായിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത്തരം സന്ദേശങ്ങൾ അയക്കുന്നത്. ഖമേനിയുടെ മരണശേഷം ഇറാനിൽ നിന്ന് പുറപ്പെട്ട ഈ സന്ദേശം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വീണ്ടും സംരക്ഷണം ചെയ്യപ്പെട്ടു എന്നത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികൾ നടപ്പിലാക്കാനോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനപരമായി ജീവിക്കുന്ന ഇറാൻ അനുഭാവികളായ സ്ലീപ്പർ സെല്ലുകളെ ആക്രമണത്തിന് പ്രേരിപ്പിക്കാനോ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാകാം ഇതെന്ന് ഫെഡറൽ അലർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ ഇസ്രയേൽ യുദ്ധം 2 ആഴ്ചയിലേക്ക് എത്തുമ്പോൾ അമേരിക്കയുടെ സൈനിക നടപടികൾ മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തമാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കം ഫെബ്രുവരി 28-ന് പുലർച്ചെ 1:15-നാണ് ആരംഭിച്ചത്. ഇറാൻ സൈന്യത്തിന്റെ നട്ടലൊടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇതിനോടകം 5000-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിക്കഴിഞ്ഞു. B-1, B-2 സ്റ്റെൽത്ത് ബോംബറുകൾ, B-52 തുടങ്ങിയ കൂറ്റൻ വിമാനങ്ങൾ മുതൽ അത്യാധുനിക F-35 സ്റ്റെൽത്ത് ഫൈറ്ററുകൾ വരെ ഈ ദൗത്യത്തിന് പങ്കുചേരുന്നുണ്ട്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും സൈനിക ആസ്ഥാനങ്ങളെയും തകർക്കുക വഴി അവരുടെ പ്രത്യാക്രമണ ശേഷി ഇല്ലാതാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അതേസമയം ഇസ്രായേൽ സൈന്യം ഇറാന്റെ മധ്യഭാഗങ്ങളിലും ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും ശക്തമായ ആക്രമണം തുടരുകയാണ്. ഈ സന്ദേശം പിടിച്ചെടുത്ത സാഹചര്യം വിശകലനം ചെയ്യുമ്പോൾ അത് പശ്ചിമേഷ്യൻ യുദ്ധത്തെ എങ്ങനെ ബാധിക്കുമെന്ന ചോദ്യം പ്രസക്തമാണ്. നിലവിൽ ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭീഷണിയില്ലെന്ന് അമേരിക്കൻ അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഒരു പുതിയ റേഡിയോ സ്റ്റേഷൻ പെട്ടെന്ന് പ്രവർത്തനക്ഷമമായത് അതീവ ജാഗ്രതയർഹിക്കുന്നു. സ്ലീപ്പർ സെല്ലുകൾ എന്നത് ഏത് നിമിഷവും കത്തിയമരുന്ന കനലുകൾ പോലെയാണ്. അവർക്ക് ലഭിക്കുന്ന ഒരു രഹസ്യ സന്ദേശം ലോകത്തിൻ്റെ ഏതെങ്കിലും നഗരത്തിൽ അപ്രതീക്ഷിത ആക്രമണങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ യുദ്ധം ഇറാൻ എന്ന ഭൂപ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ആഗോളതലത്തിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇറാന്റെ നേതൃത്വത്തിലുണ്ടായ മാറ്റവും ഖമേനിയുടെ വിയോഗവും സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് രാജ്യം എങ്ങനെ തിരിച്ചടിക്കുമെന്നത് ഈ രഹസ്യ സന്ദേശത്തിന്റെ ഉള്ളടക്കത്തെ ആശ്രയിച്ചിരിക്കും. ചുരുക്കത്തിൽ സാങ്കേതിക വിദ്യയുടെയും സൈനിക കരുത്തിൻ്റെയും പ്രദർശനം മാത്രമല്ല ഈ യുദ്ധം. അത് നിഗൂഢമായ രഹസ്യ സന്ദേശങ്ങളുടെയും തന്ത്രപരമായ നീക്കങ്ങളുടെയും കൂടി പോരാട്ടമാണ്. ഖമേനിയുടെ മരണം ഇറാനെ തളർത്തുമോ അതോ കൂടുതൽ അപകടകാരിയായ ഒന്നായി മാറ്റുമോ എന്നറിയാൻ വരും ദിവസങ്ങൾ നിർണായകമാണ്. റേഡിയോ തരംഗങ്ങളിലൂടെ അയക്കപ്പെട്ട ആ നിഗൂഢ സന്ദേശം ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ എന്ന് ലോകം ഉത്കണ്ഠയോടെ ഉറ്റുനോക്കുന്നു. അതിശക്തമായ സൈനിക വിന്യാസങ്ങൾക്കിടയിലും അദൃശ്യമായ ഒരു സന്ദേശം അമേരിക്കയെയും ഇസ്രയേലിനെയും ഒരുപോലെ ജാഗരൂകരാക്കുന്നുണ്ടെങ്കിൽ ആധുനിക യുദ്ധമുറകളിൽ വിവര സാങ്കേതിക വിദ്യയും രഹസ്യ ആശയവിനിമയവും എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.